ഇവോൾവിങ് ആസ് എ വ്ളോഗറിൻ്റെ എല്ലാ എപ്പിസോഡും ഉണ്ട്. ഏകദേശം 8 എപ്പിസോഡായിപ്പോൾ. ആ 8 എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണണം. അത് മറ്റേ സാധനം പറഞ്ഞിട്ടേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റീച്ച് കൂട്ടാനുള്ള ഹുക്കല്ല കേട്ടോ. അതൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ 1 മില്യനോ 2 മില്യനോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട സീരീസ് ആയിരുന്നു ഇത്. അതിൻ്റെ റീസൺ ഒന്നുമല്ല, ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളർന്നു വരുന്നത്, എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വലിയ വളർച്ച ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലൂടെ ആയിരിക്കും എൻ്റെ സീരീസ് തുടങ്ങുകയെന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യമായിരുന്നു. അത് നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി 4 കസാലയും 4 പന്തലും ഇട്ടിട്ടേ എടുക്കുക എളുപ്പമാണ്. നേരെ മറിച്ച് ചാർലിനെ അന്വേഷിക്കാൻ കൊണ്ടുവന്ന് ബിജുമേനോൻ പറഞ്ഞില്ലേ വെള്ളിമൂങ്ങയിൽ, അതേമാതിരി തള്ളല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവോൾവിങ് ആസ് എ വ്ളോഗറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും 24/7 എൻ്റെ ഇൻബോക്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ 8 വീഡിയോയുടെ താഴെ ഏത് വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ കടന്നു പോകുന്ന ലോകം ഒരു സെൽഫിഷ് ലോകമാണെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത്. ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്യല്ല, എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് നല്ല ആൾക്കാരും ഈ കാലത്ത് നമുക്ക് കാണാൻ കിട്ടും. നേരെ മറിച്ച് താൻ വളരുന്ന സ്ഥലത്ത് മറ്റൊരാൾ എത്തുക, അല്ലെങ്കിൽ തൻ്റെ വളർച്ചയ്ക്ക് ഒരു കോട്ടം തട്ടുക, അല്ലെങ്കിൽ തൻ്റെ പ്ലേസിലേക്ക് ഒരാൾ എത്തുമോ എന്നുള്ള ചിന്തയാണ്. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാര്യം, യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ മോണിറ്റൈസേഷൻ പോളിസിയും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആവുകയാണ്. കഴിഞ്ഞ ദിവസം ഫിറോസ് ചുറ്റിപ്പാറ വരെ വ്ളോഗിൽ ലൈവിൽ വന്ന് പറഞ്ഞു താൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോണിറ്റൈസേഷൻ കണ്ടൻസും പോളിസീസും എല്ലാം മാറുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു വലിയൊരു മോണിറ്റൈസേഷൻ ആഗ്രഹിക്കാണ്ട് നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് ചെയ്ത് നിങ്ങളെ അടയാളപ്പെടുത്താനാണ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്നും വിഷയമാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് അവരെ പ്രതിഫലം നോക്കിയിട്ടല്ല, നിങ്ങളെ പാഷനാണിത്. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ പോളിസി മാറിയാലും, എത്രത്തോളം പോളിസി മാറ്റി ആൾക്കാർ പരീക്ഷിച്ചാലും നിങ്ങളെ പാഷനെ, നിങ്ങളെ ഈ വീഡിയോ ചെയ്യുന്ന പാഷൻ ഇല്ലാണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ കൺസിസ്റ്റൻസിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. പ്രതിഫലം കൂടും കുറയും, ചില സമയത്ത് കിട്ടില്ല എന്നൊക്കെ വരും. നേരെ മറിച്ച് അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മളെ ആ പാഷൻ, ചിലർ ഇതിൽ ട്രാവൽ വീഡിയോസ് ആയിരിക്കും വരിക, ചിലർക്ക് ഫുഡ് വീഡിയോസ് ആയിരിക്കും വരിക, ചിലർക്ക് ജനറൽ ഇൻഫർമേഷൻസ് ആയിരിക്കും വരിക. ഏത് മേഖലയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് വരുമാനമോ കാര്യങ്ങളോ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ നിങ്ങൾ തുടരുക. അത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു കളക്റ്റീവ് ഇൻഫർമേഷൻ, ഒരു കളക്റ്റീവ് രൂപത്തിൽ, ഒരു കൂട്ടായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അവസാന എപ്പിസോഡിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല, ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് അടുത്തൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ, നാളെ മറ്റന്നാളോ തന്നെ ആ സീരീസ് നമ്മുടെ ചാനൽ വരും. പക്ഷേ മോറോവർ നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇതെല്ലാവരും പറഞ്ഞാട്ടോ, ഞാനിപ്പോൾ എന്താ പറയണതിനെ പറ്റി, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെയും ബാക്കിയുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി ഷെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പറയും. നേരെ മറിച്ച് അൾട്ടിമേറ്റ്ലി ഷെയർ ചെയ്യാൻ തോന്നേണ്ടത് നിങ്ങൾക്കല്ലേ. നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങളിതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ഒരു സീരീസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.